രണ്ട് ശ്രീകൃഷ്ണന്മാരാണ് എൻ്റെ കൂടെ ഉള്ളത്. കോളേജ് മുതലേ പരിചയമുള്ള ആൾക്കാരാണ്. നമ്മൾ ഒരുമിച്ച് കോളേജിൽ ചുമ്മാ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെ ഡാൻസ് ചെയ്ത് തുടങ്ങിയത്. രണ്ടുപേർക്ക് എത്ര പ്രപ്പോസൽസ് വന്നിട്ടുണ്ട്? എനിക്കൊരു സത്യം പറയാം, 2-3 വന്നിട്ടുണ്ട്. ചേട്ടാ, അങ്ങനെ സത്യസന്ധമായിട്ട് പറയണം, അതും 3 ഹിന്ദിക്കാരിയാണ്. നിങ്ങളൊക്കെ സിംഗിൾ ആണോ അതോ സിംഗിൾ? കള്ളം പറയരുത്. വീട്ടിലെ ആരെങ്കിലും വിളിച്ച് എനിക്ക് 2 കല്യാണം കഴിക്കണമെന്ന് പറയാം. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഞാൻ 2 ആളെ തരാം. അമ്മക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ അതിലൊരാളമ്മ ഓക്കെ പറഞ്ഞാൽ മതി. മുഫാസിന് പെണ്ണ് സെറ്റായിട്ടുണ്ട്, അത് പറയാനാ വിളിച്ചേ. അൽഹംദുലില്ലാ പറയല്ലേ, വെയിറ്റ്. 2 ആളുണ്ട് ആക്ച്വലി. നമുക്ക് പെട്ടെന്ന് ഷർട്ട് തേക്കണം, പക്ഷെ കറണ്ട് ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? പറയില്ലല്ലോ. പറയട്ടെ, നമ്മളാ ഇസ്തിപ്പെട്ടില്ലേ, നമ്മളാ ഇൻബോക്സിനോട് ചൂടാവണം. അപ്പൊ അത് ചൂടാവും. ശ്രീ, നീ എന്ത് സുന്ദരിയാന്ന് പറയാം, പക്ഷെ എനിക്ക് നിന്റെ സൗന്ദര്യത്തിലല്ല. പിന്നെ അതല്ല, ചെവിയും കട്ടൂടാ, കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് യാത് ജില്ല അതുള്ളത് തന്നെയാണ് വായിക്കുന്നത്. നോക്കണ്ട, ഇത് മാറ്റി തരും എനിക്ക്. ഇല്ല. ഒരു പെണ്ണ് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഉപയോഗിച്ചിട്ട് പിന്നെ ഞാൻ എടുത്തു പറയുന്നു, രണ്ടുപേരും സിംഗിൾ ആണ്. അപ്പോ Secrets 25 from Kannur. നക്ഷത്രം പറഞ്ഞില്ല. പൂരട്ടാതി. ഓക്കെ. ഇൻസ്റ്റഗ്രാമിലെ പെൺകുട്ടികളെ ഹരം കൊള്ളിപ്പിക്കുന്ന 2 സുന്ദര കുട്ടപ്പന്മാരാട്ടോ എന്റെ കൂടെ ഉള്ളത്, ശ്രീകുട്ടനും മുഫാസും. അപ്പൊ ഇന്ന് ഇവരുടെ വിശേഷങ്ങളാണ്. അപ്പൊ നമുക്ക് ഇരുന്നാലോ, കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. ഓക്കെ, വാ. 2 ശ്രീകൃഷ്ണന്മാരാണ് എന്റെ കൂടെ ഉള്ളത്, ശ്രീകുട്സ് ആൻഡ് മുഫാസ്. നമസ്കാരം, വെൽക്കം ടു മൂവി വേൾഡ്. സുഖായിരിക്കുന്നോ? എങ്ങനെ പോകുന്നു ബാംഗ്ലൂർ ജീവിതം? കുഴപ്പമില്ല, വലിയ സുഖമില്ലെന്ന്. അതെന്താ? ജോലി ചെയ്യണോണ്ട് ഡാൻസിങ് ആണ്. രണ്ടും ബാലൻസ് ചെയ്ത് ഇങ്ങനെ പോകുന്നു. ബാലൻസ് ചെയ്ത് പോകുന്നു. ഭയങ്കര പാടല്ലേ? നല്ല പാടാം. എങ്ങനെ സമയം കിട്ടണോ നിങ്ങക്ക്? വീക്കെൻഡ് 2 ആളും ഫ്രീ ആണെങ്കിൽ ഞാൻ ഇവന്റെ അടുത്തോട്ട് പോകും. ഇവൻ എന്റെ അടുത്തോട്ട് വരില്ല. ഇവന്റെ അടുത്ത് പോയിട്ട്, കാരണം സ്റ്റുഡിയോ എവിടെയാണ്? എന്റെ അവിടെ സ്റ്റുഡിയോ ഒക്കെ ഉണ്ട്, എന്നാലും ഇവൻ വരില്ല. ഞാൻ അങ്ങോട്ട് തന്നെ പോണം. അപ്പൊ ഞാൻ പ്ലാൻ ചെയ്ത് ഒരു ഫ്രൈഡേ നൈറ്റ് പോയി, ഫ്രൈഡേ സ്റ്റേ ചെയ്ത് സാറ്റർഡേയും സ്റ്റേ ചെയ്തിട്ട് സൺഡേ ആയിരിക്കും ഷൂട്ട്. അങ്ങനെ ഷൂട്ട് ചെയ്യും. ബാക്കിയൊക്കെ എഡിറ്റിംഗ് പരിപാടിയൊക്കെ ഇവൻ തന്നെയാണ്. ഞാനാണല്ലോ കൂടുതൽ പണിയെടുക്കുന്നത്, എനിക്ക് കുറച്ച് ഡിമാൻഡ് ആവാലോ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകണം. നിങ്ങൾ ആദ്യമേ ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ 2 ആൺകുട്ടികൾ ചേർന്നിട്ട് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര റീച്ച് കിട്ടും അങ്ങനെയൊക്കെ? കാരണം സാധാരണ പെൺകുട്ടികൾ എന്ത് കാണിച്ചാലും ഭയങ്കര റീച്ചാന്നാണ് പറയണത്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് അന്നുണ്ടായിരുന്നു? ആക്ച്വലി 2 അല്ല, നമ്മള് തുടങ്ങിയത് 3 പേര് വെച്ചായിരുന്നു. ആക്ച്വലി നമ്മൾ 4 പേരാണ് ബാംഗ്ലൂരോട്ട് ഒരുമിച്ച് വരുന്നത്. നമ്മൾ വന്നു, അതിൽ ഒരാൾ ക്യാമറമാൻ, ബാക്കി നമ്മൾ 3 പേരും കോളേജ് മുതലേ പരിചയമുള്ള ആൾക്കാരാണ്. നമ്മൾ ഒരുമിച്ച് കോളേജിൽ ചുമ്മാ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെ ഡാൻസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അവിടെ നമുക്ക് വേറെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ തുടങ്ങി നമ്മൾ ഈ 4 പേര് ബാംഗ്ലൂരോട്ട് വരുന്നു. മടിവാളയിൽ നമ്മൾ തുടങ്ങുന്നു. അവിടെ ഒരു PG ആദ്യത്തെ ഒരു 6 മാസമല്ല, ഒരു 6 months നമ്മളവിടെ താമസിച്ച് അവിടെ നിന്ന് തന്നെ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങി. ചുമ്മാ ഒരു രസത്തിന് തുടങ്ങിയതാണ്. എനിക്ക് ഓൾറെഡി ആ സമയത്ത് കുറച്ച് ഫോളോവേഴ്സ് ഉണ്ട്. സിംഗിൾ വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവന്മാരെയും കൂടി കൂട്ടി ചെയ്തു. അപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോ തന്നെ 1 million അങ്ങനെ റീച്ച് ആയി. പിന്നെ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. പിന്നെ കോളേജ് ഉണ്ട്. പിന്നെ നമ്മൾ 3 പേരും ഒരുമിച്ച് ചെയ്യണത് ആ വീഡിയോ ആണ്. അത് കുറെ നാളിന് ശേഷം, 1-2 വർഷത്തിന് ശേഷം. അപ്പോൾ ആ തുടക്കം തന്നെ അടിപൊളിയായപ്പോൾ പിന്നെ ആൾക്കാരൊക്കെ ഭയങ്കര ഇഷ്ടമായി. നല്ല രസം ചെയ്യുന്നതാണ്. പിന്നെ അത് കണ്ടിന്യൂ ചെയ്തു പോയി. നിങ്ങളുടെ കൂട്ടുകെട്ട് എപ്പോഴാ തുടങ്ങിയ? കോളേജ് പയ്യന്നൂർ കോളേജിലായിരുന്നു നമ്മൾ പഠിച്ചത്. പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിൽ നടന്നപ്പോഴാണ് കിട്ടിയതല്ലേ? അതെ, ഇവന്മാരുടെ കൂടെയായിരുന്നു നടന്നത്. ഐഷ് ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഇയർ നമ്മൾ അങ്ങനെ കമ്പനി ഇല്ല, നമ്മൾ സെയിം ക്ലാസ് ആണ്.
പക്ഷെ കണ്ടാലൊന്നും മിണ്ടില്ല അല്ലേ? അയ്യോ അങ്ങനെയല്ല. ഇവൻ വേറൊരു പഠിക്കുന്ന കുട്ടിയുടെ കൂടെയായിരുന്നു, ഞാൻ വേറൊരു അലമ്പ് ടീമിന്റെ കൂടെയായിരുന്നു. ഇവൻ എന്റെ കൂടെ അങ്ങനെ കമ്പനി അടിക്കാൻ തയ്യാറായില്ല. അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയർ ആയപ്പോ ഇവന്റെ ഈ ഫ്രണ്ട് ട്രാൻസ്ഫർ വാങ്ങിപ്പോയി. എന്റെ കൂടെ ഉണ്ടായ അലമ്പ് ടീം അവർ കോളേജിൽ മാറിപ്പോയി. പിന്നെ നമ്മൾ രണ്ടാളും മാത്രമായി. അങ്ങനെയാണ് കമ്പനി തുടങ്ങണേ. പിന്നെ പിന്നെ വേറെ ആരും ഇല്ല. ആരും ഇല്ലാത്തോണ്ട് കമ്പനി അടിച്ചു. അങ്ങനെയല്ല, നമ്മള് ആദ്യം എന്ന് വെച്ചാൽ ലൈക്ക് ഫസ്റ്റ് ഇയർ +2 കഴിഞ്ഞ് കോളേജ് എന്ന് പറഞ്ഞാൽ ലൈക്ക് വേറെ തന്നെ ഒരു ലോകമാണല്ലോ. അപ്പൊ നമ്മളിങ്ങനെ കോളേജിലൊക്കെ ലൈക്ക് ഇങ്ങനെ എൻജോയ് ചെയ്ത് വരുന്നു, എല്ലാം പുതിയതാണ്. പിന്നെ ഒരു സൈഡിൽ പഠനം കൊണ്ടുപോകണം, അപ്പൊ അതിന്റെ സൈഡിൽ ഇത് ലൈക്ക് പ്രോഗ്രാംസ് വരുന്നു. അപ്പൊ എനിക്കൊന്നും ആദ്യം സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെ ഡാൻസ് ചെയ്യാൻ പറ്റുന്ന. എനിക്ക് ആ ഒരു കോൺഫിഡൻസ് സത്യം കറക്റ്റ് അതായിരുന്നു എന്റെ അവസ്ഥ. എന്നിട്ട് ഇവൻ പറഞ്ഞ പോലെ ലൈക്ക് അതിങ്ങനെ ക്ലാസ്സിലെ എല്ലാ ലൈക്ക് കറക്റ്റ് ടൈമിൽ പോകുന്നു, പഠിക്കുന്നു, അസൈൻമെന്റ് കറക്റ്റ് ടൈമിൽ സബ്മിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരാളായിരുന്നു ഞാൻ ആദ്യമൊക്കെ. പിന്നെ മെല്ലെ മെല്ലെ ഇവൻ വന്നപ്പോൾ ക്ലാസ്സിൽ കയറുന്നത് കുറഞ്ഞ്. പക്ഷെ ഞാൻ അതിലൊന്നും ഒരു റിഗ്രറ്റ് ഇല്ല കേട്ടോ, അതൊക്കെയായിരുന്നു സത്യം. പക്ഷെ സെയിം ടൈം നമ്മൾ രണ്ടുപേരും പഠിക്കും. ലൈക്ക് ടീച്ചേഴ്സിന്റെ ഒക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഉഴപ്പന്മാരായിരുന്നു. സപ്ലി എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സപ്ലി ഉണ്ടായിരുന്നില്ല. കറക്റ്റ് ടൈം പാസ്സായി. അയ്യോ ലൈക്ക് അത് പാസ്സായത് വലിയ കൊട്ടക്കണക്ക് മാർക്ക് വാങ്ങിച്ചിട്ടൊന്നുമില്ല. കൂടെയുള്ള ആൾക്കാരും തോക്കുന്നുള്ള പ്രതീക്ഷയിലല്ലേ നമ്മൾ. പിന്നല്ല. അപ്പോ അതിന്റെ ഇടയിൽ ഇവൻ അല്ലേ ഇല്ല, അവസാന നിമിഷം പഠിച്ച് പാസ്സാകുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. എന്തോ ആയിക്കോട്ടെ പാസ്സായി. പോസ്റ്റ് ഗ്രാജുവേഷന് പോണ്ടിച്ചേരിയൊക്കെ പോയി. ഞാൻ സപ്ലിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തു. പക്ഷെ എന്നിട്ട് ഇപ്പൊ ഇതല്ലേ ചെയ്യുന്നേ. അവസാനം കറങ്ങി തിരിഞ്ഞ് എവിടെ പോയാലും ഇവൻ ഉണ്ടാക്കൂടെ, ഇവൻ വിട്ടുപോകുന്നില്ല. അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ എന്താ പറയാ അത്യാവശ്യം അറിയുന്ന ആൾക്കാരും അല്ലെങ്കിൽ കമന്റ്സും കാര്യങ്ങളൊക്കെ വരാറില്ലേ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്? ഒരുപാട് ആക്ച്വലി ലൈക്ക് DMs ഒക്കെ ഒരുപാട് വരും, കമന്റ്സിലൊക്കെ. നമ്മളെ കുറിച്ച് പറയുന്നത് വെച്ചാൽ നിങ്ങളെ കാണാൻ ഒരുപോലെ ഉണ്ട്. ഷോർട്ട് ഹെയർ ആയിരുന്നു ഇതിന് മുന്നേ. ഇപ്പൊ ഞാൻ കുറച്ച് മുടിയൊക്കെ വളർത്തപ്പോ തോന്നിയിട്ടില്ല അല്ലേ? അല്ല എനിക്കിപ്പം എന്താ പറയാ അടുത്ത് കാണുമ്പോ എനിക്ക് തോന്നണില്ല. പക്ഷെ ഞാൻ വീഡിയോയിൽ കാണുമ്പോ എനിക്ക് എന്തൊക്കെയോ സിമിലാരിറ്റീസ് ഉണ്ട്. ഞാൻ വിചാരിച്ചു നിങ്ങൾ ബ്രദേഴ്സ് അങ്ങനെ ഇത് തന്നെ എല്ലാവരും ബ്രദേഴ്സ് ആണോ, നിങ്ങൾ ട്വിൻസ് ആണോ, നിങ്ങള് ഗേസ് ആണോ, ഈവൻ പോലെ കമന്റ്സിലൊക്കെ നോക്കി കാണും. പിന്നെ അത് മൈൻഡ് ചെയ്തില്ല. ആദ്യമൊക്കെ ഭയങ്കര കോൺഷ്യസ് ആവായിരുന്നു ലൈക്ക് എല്ലാം പിന്നെ ആൾക്കാരെന്തിങ്ങനെ. ഇപ്പൊ യൂസ് ടു ആയി. അത് നമ്മൾ ഇട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞ് ഇങ്ങനെയാണെന്നുള്ളത് ഇപ്പൊ ഏതാണ്ടൊക്കെ ഒരു ധാരണയുള്ളത് കൊണ്ട് ഇപ്പൊ നമ്മൾ മൈൻഡ് ചെയ്തില്ല, പറയുന്നവർ പറഞ്ഞോട്ടെ എന്നുള്ള രീതിയിൽ വിട്ടു. ഇപ്പൊ നമ്മൾ ഇപ്പൊ കുറെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ വൈറലായിട്ട് നിന്ന് കഴിയുമ്പോ നിങ്ങൾ രണ്ടുപേരും ജിമ്മില് ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ട്, ജിമ്മിൽ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്താ പറയാ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ ജിമ്മിലേക്കൊക്കെ പോകുമ്പോ എന്തായിരിക്കും ആളുകളുടെ റിയാക്ഷൻ? അതല്ല ആക്ച്വലി നമ്മളിപ്പോ കുറച്ച് കോമഡി ആയിട്ടും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ജിമ്മിൽ അവിടെയൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് നിൽക്കുന്ന ആളാണ്. ലൈക്ക് അങ്ങനെ ക്ലയൻസിന്റെ അടുത്തൊന്നും അങ്ങനെ നമ്മളിങ്ങനെ അങ്ങനെ ഭയങ്കര ഫ്രീ ആവുന്നു. സ്റ്റുഡിയോന്റെ അകത്തുനിന്നേ ഉള്ളൂ ഈ അതിനുള്ളിൽ മാത്രമേ ഉള്ളൂ അല്ലേ? നിങ്ങൾ ഭയങ്കര സീരിയസ് ആയിട്ടല്ല. പിന്നെ പുറത്ത് നമ്മള് ഫ്രണ്ട്സ് മാത്രമാണ് ഉണ്ടാകുമ്പോഴും അങ്ങനെയാണ്. പക്ഷെ ജോലിയിലൊക്കെ നമ്മൾ ഭയങ്കര പക്കയാണ്. അത് ചെയ്യൂ ഇത് ചെയ്യൂ. അപ്പൊ അവരിങ്ങനെ ചോദിക്കാറുണ്ടോ അതൊന്നും വീഡിയോസ് ഒക്കെ നന്നായിരുന്നു? അവര് കണ്ടു ലൈക് ക്ലയൻസ് ഒക്കെ ഇങ്ങനെ വീഡിയോ കാണും, എന്നിട്ട് അവര് പറയാം വീഡിയോസ് കൊള്ളായിരുന്നു. പിന്നെ കമന്റ് സെക്ഷനിലും കൂടുതലും നമ്മളെ ആൾക്കാർ തന്നെ ഉണ്ടാവും. ഫ്രണ്ട്സ് ആയാലും കൊലീഗ്സ് ആയാലും ഒക്കെ സപ്പോർട്ടീവ് ഉണ്ടാവും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് സംഭവം, അതുകൊണ്ട് വലിയ സന്തോഷം. രണ്ടുപേർക്ക് എത്ര പ്രപ്പോസൽസ് വന്നിട്ടുണ്ട്? എനിക്കൊരു സത്യം പറയാം 2-3 വന്നിട്ടുണ്ട്. അതും 3 ഹിന്ദിക്കാരിയാണ്. നേരിട്ടാണ് ഇൻസ്റ്റാഗ്രാമിലാണോ? ഇവന് കുറെ കിട്ടിയിട്ടുണ്ട്. അവിടുത്തെ ഏതോ ഒരു ആക്ടർ പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടായിരിക്കൂലേ? അല്ലേ? എന്നാലും നോർത്ത് ഇന്ത്യൻസ് അല്ലേ അവരൊക്കെ കാണാൻ കൂടുതലും നോർത്ത് ഇന്ത്യൻസ് തന്നെയാണ് വരുന്നത്. മലയാളീസ് കുറവാണല്ലേ? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? ചിലപ്പോ വീഡിയോ കാണുന്ന കൂടുതൽ ആൾക്കാർ നോർത്ത് ഇന്ത്യൻസ് ആയിരിക്കും. ഹിന്ദി കമന്റ് കുറെ വരാറുണ്ട്. എന്താ പറയുന്നതെന്ന് അറിയില്ല, എന്നാലും നമ്മളെ ലൈക്ക് ഇട്ട് കൊടുക്കും. നല്ലതാണെന്ന് വിചാരിക്കും. ലവ് ഒക്കെ ഇട്ടിട്ടുണ്ടാവും, കന്നഡ ലൈക്ക് തെലുഗു കമന്റ്സ് വായിക്കാറിയത്തില്ലല്ലോ. അതെ, അവരുടെ ലാംഗ്വേജിൽ തന്നെ ഇടാറുണ്ട്. അതിൽ എന്ത് തെറിയാണോന്ന് അറിയില്ല കേട്ടോ, എന്നാലും ലൈക്ക് ഇട്ട് കൊടുക്കും. നല്ലതായിരിക്കും വിചാരിച്ചിട്ട്. നിങ്ങൾക്ക് കോമഡി ആയിട്ട് വന്നിട്ടുള്ള പ്രപ്പോസൽസ് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? പേര് പറയണ്ട, അല്ലാണ്ട് എന്തെങ്കിലും
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരുപാട് DMs ക്രഷ് ഉണ്ട് കൂടുതലും വരും. അതുണ്ട്. ചേട്ടനോട് ഭയങ്കര ക്രഷ് ഉണ്ട്, ചേട്ടൻ സോ ക്യൂട്ട്, അങ്ങനെ ചിരിയാണ്, നല്ല രസമാണ്, എന്നോട് ആരും അങ്ങനെയൊന്നും പറഞ്ഞില്ല. എന്നോട് പറയാറുണ്ട്. പറഞ്ഞിട്ടില്ല അല്ലേ? പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും പറയാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ശ്രീകുട്ടനെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്? അങ്ങനെ ഇവന്റെ കമ്പനിയിലൊക്കെ എന്നെ ഉണ്ട്. എന്റെ കൊളീഗ്സ് ഒക്കെ ഇവന്റെ നല്ല ഫാൻസാണ്. ഫാൻസാണ്. എന്നോട് പറഞ്ഞിട്ടുണ്ട് ഹായ് പറയണം, നല്ല ഡാൻസ് ആണ്. അതാണ് ഗുണം. ഞാൻ ഇപ്പൊ ജിമ്മിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എന്റെ ക്ലയൻസ് കഴിഞ്ഞു, പിന്നെ ജിമ്മിൽ വരുന്ന കുറച്ച് ആൾക്കാർ. പക്ഷെ ഇവൻ അങ്ങനെയല്ല, ഇവൻ വലിയ ബിൽഡിംഗ് കമ്പനി, കുറെ ആൾക്കാർ, കുറെ ഓഫീസ് അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇവൻ ഡെയിലി കുറെ ആൾക്കാർ കാണുന്നുണ്ടാവും, ഇവനെ കാണുന്നുണ്ടാവും, ഇവൻ കാണുന്നുണ്ട്. സോ ഇവൻ അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട് കാണാനും സംസാരിക്കാനൊക്കെ. എനിക്കതില്ല. എനിക്ക് മെസ്സേജ് വന്നു, പിന്നെ പുറത്ത് പോകുമ്പോ ചിലപ്പോൾ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ട് ശ്രീകുട്സ് ഡാൻസ് കളിക്കുന്ന ചേട്ടനല്ലേ, ശ്രീകുട്സ് എന്ന് പറയാനാണ് ഇഷ്ടം. ഇപ്പൊ അങ്ങനെ ഇവന്റെ ഒറിജിനൽ പേര് ശ്രീഹരി EP പവിത്ര. ശ്രീഹരി ഞാൻ അങ്ങനെയാണ് സേവ് ചെയ്തിരിക്കുന്നത്. സേവ് ഇപ്പോഴും അങ്ങനെ ഇവൻ എപ്പോഴും അങ്ങനെയാ. ആണോ? ഞാൻ ഫസ്റ്റ് കോളേജിൽ നിന്ന് എങ്ങനെയാണോ സേവ് ചെയ്തത് അതുപോലെ. നമ്മളിൽ അങ്ങനെ കോൾസിന്റെ ഇപ്പൊ കോണ്ടാക്ട്സിന്റെ നെയിം ഇപ്പോഴും മാറ്റാണ്ട് അങ്ങനെ കുറെ പേരുടെ കിടക്കുന്ന ഭയങ്കര ക്ലോസ് ആയിരിക്കും അവര്. നമുക്ക് വേറെ നെയിം ഉണ്ട്. ഇവന്റെ കോണ്ടാക്ട്സ് ഒക്കെ അങ്ങനെ, ഇവൻ എല്ലാരെയും പൊതുവെ ഫുൾ സേവ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഉണ്ടാവും, പിന്നെ മാറ്റിയിട്ടില്ല. നിങ്ങൾ എങ്ങനെ വീഡിയോസ് ഒക്കെ എടുക്കുന്ന? ആരാണ് എടുത്തു തരുന്നത്? ഇപ്പൊ ഒരുപാട് കട്ട് ചെയ്തിട്ടായിരിക്കുമല്ലോ വീഡിയോസ് എടുക്കുന്നത്. അയ്യോ, കണ്ടറിയാം. എത്ര ടേക്ക് എടുക്കും? ഏറ്റവും കൂടുതൽ അത് ഞാൻ തെറ്റിക്കുന്ന പോലെ ഇരിക്കും. സത്യം പറഞ്ഞ ഇവനാണ് കൊറിയോ ചെയ്യുന്നത്. ഇപ്പൊ കുറെ ബെറ്റർ ആയി. നമ്മൾ ആരും ട്രെയിൻ ഡാൻസേഴ്സ് അല്ല. ഞാനായാലും എനിക്ക് ഒരു ഫോമിലും ലൈക്ക് ട്രെയിനിങ് ഞാൻ പോയി പഠിച്ചിട്ടോ ഒന്നുമില്ല. അപ്പൊ ഇവരായാലും അങ്ങനെ നമ്മളിങ്ങനെ ലൈക്ക് മറ്റേ ഗാനമേളക്കൊക്കെ പോയി കളിക്കുന്ന ആൾക്കാരല്ലേ, അതാണ് നമ്മൾ. അപ്പൊ അങ്ങനെ തുടങ്ങിയതുകൊണ്ട് എനിക്കും ബേസില്ല. പക്ഷെ ഞാൻ കുറെ ടൈം അതിൽ സ്പെൻഡ് ചെയ്തുകൊണ്ട് എനിക്ക് കുറച്ച് അറിയാം. ഇവൻ നന്നായി ഫോളോ ചെയ്യുന്നുണ്ട് അതിന്. പിന്നെ ഞാൻ സിംഗിൾ വീഡിയോസും ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതിൽ ഞാൻ കുറച്ചധികം എഫേർട്ട് ഇട്ടുകൊണ്ട് എനിക്ക് കുറച്ച് അറിയാം. അപ്പോൾ ഇവനെ ഞാൻ കോറിയോ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പഠിപ്പിക്കും ഇവരെ. അപ്പൊ അർജു ഒക്കെ ഉള്ള സമയത്ത് നമ്മുടെ അവന്റെ പേര് അവനൊരു ഹായ് പറഞ്ഞു കേട്ടോ. കാരണം അവൻ ഇത് പോയോണ്ട് അല്ലെങ്കിൽ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് അവനെ. അപ്പൊ ഞാൻ പഠിപ്പിക്കും, ഇവന്മാര് തെറ്റുകൾ ഉണ്ടാക്കും, ഞാനും തെറ്റിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഞാൻ ചീത്ത പറയും, പഠിക്കുകയൊക്കെ ചെയ്യും. അർജുനുള്ള സമയത്ത് അപ്പൊ ഇവൻ സേഫാ, അവനായിരിക്കും കൂടുതൽ അടി കിട്ടുക. അർജുന്റെ തെറ്റാണ് ഫസ്റ്റ് നോട്ട് ചെയ്യുക, അപ്പൊ അവൻ അടി കിട്ടും. അർജു പോയതിന് പിന്നെ എനിക്കാണ് ഇതൊക്കെ കിട്ടും. നല്ലോണം ഇവന്റെ ഫോണിലുണ്ട് അതിന്റെ വീഡിയോസ് ഒക്കെ. ഇപ്പൊ കുറവാ, ഇപ്പൊ ലൈക്ക് ചെയ്ത് ശീലമായപ്പോ ഇപ്പൊ ഇങ്ങനെ കുറച്ച് കോൺഷ്യസ് ആയിരിക്കും, അത് തെറ്റിക്കരുത്, ലൈക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും. അല്ല നമുക്ക് നല്ല ഔട്ട് കിട്ടണ്ടേ. അപ്പൊ ഇവൻ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ട് പെട്ടെന്ന് ഷൂട്ടിന്റെ സമയത്ത് ചിലപ്പോ പെട്ടെന്ന് മാറ്റും. അതങ്ങനെ എല്ലാം അപ്പൊ എന്റെ കയ്യിൽ നിന്ന് പോകും, അപ്പൊ എനിക്ക് അടി കിട്ടും. അത് ശരിയാണോ? അത് ശരിയല്ല, നമ്മളെ കൊണ്ടാവുന്ന പോലെ ചെയ്യും, അത്രേ ഉള്ളൂ. സോങ് ഒക്കെ എങ്ങനെ തെരഞ്ഞെടുക്കുക? ട്രെൻഡിങ് ആയിട്ടുള്ളത് മാത്രം നിങ്ങൾ അങ്ങനെ നോക്കാറില്ല. ഇപ്പൊ ഈ രാരവേണു ലാസ്റ്റ് അത് ഞാൻ നിങ്ങളുടെ ഏതാ ശ്രദ്ധിക്കണേന്നറിയോ? മറ്റേ അത് പെട്ടെന്ന് അത് ആക്ച്വലി ഇതിന്റെ കഥയാ. നമ്മള് അതിന് മുന്നേ ആ കോസ്റ്റ്യൂമിൽ നമ്മള് കനിമ സോങ് ഇല്ലേ, കനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് നമ്മള് കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് റെഡിയായി. കനിമ ഈസി ലൈക്ക് ഒരു 10-15 സെക്കൻഡേ ഉള്ളൂ തോന്നുന്നത്, അത്രേ ഉള്ളൂ. അത് ഷൂട്ട് ചെയ്തു. നമ്മളിങ്ങനെ അല്ലെ എന്തായാലും ഒരുങ്ങി വന്നതല്ലേ, എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ നമ്മള് ഞാൻ പറഞ്ഞു എനിക്ക് പോകണം, അതിപ്പോ ഭയങ്കര തിരക്കി, പോണം നമുക്ക് പോവാം, അടുത്ത ആഴ്ച എങ്ങനെ എടുക്കാന്നൊക്കെ പറഞ്ഞു. ഇവൻ പറഞ്ഞു ചെറിയ സാധനം നമുക്ക് എടുക്കാം. എന്നിട്ട് ഇങ്ങനെ സോങ് നോക്കുമ്പോ ഇത് ട്രെൻഡിങ് ആണ്, പക്ഷെ ഇതിൽ എന്ത് ചെയ്യുന്ന അറിയില്ല, എന്ത് ചെയ്യുന്ന അറിയില്ല, പക്ഷെ എന്തൊക്കെയോ ചെയ്തു. അതാണ് 38.7 അങ്ങനെ എന്തോ. അത് നമ്മൾ ഒരു എഫേർട്ട് എടുത്തിട്ടില്ല ആ വീഡിയോക്ക്. ചിലതൊക്കെ നമ്മൾ എഫേർട്ട് ഇടാതെ വരുന്ന സാധനങ്ങൾ മോസ്റ്റ് ഓഫ് ലൈക്ക് 90% അങ്ങനെയാ. നമ്മുടെ വീഡിയോസിൽ എല്ലാം ഭയങ്കര എഫേർട്ട് ഇട്ട് പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് ദിവസങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്തതിനൊന്നും കിട്ടില്ല, അതിനൊന്നും കിട്ടില്ല. പക്ഷെ ഇതുപോലെ കാട്ടിക്കൂട്ടുന്നതിന് ഓൾമോസ്റ്റ് 38 ആയി. നിങ്ങളൊക്കെ ശരിക്കും എന്താ ചെയ്യുന്ന? കോച്ചാണ്? ഞാൻ മെഡിക്കൽ കോഡറാണ് ഒരു IT കമ്പനിയിൽ. ഞാൻ 3 വർഷമായി. ഈ ബാംഗ്ലൂരേക്ക് പോയത് ഒരുമിച്ച് പ്ലാൻ ചെയ്തെടുത്ത തീരുമാനമായിരുന്നോ അതോ? അങ്ങനെയില്ല, ഞാൻ ആദ്യം പോയി. ഞാൻ പോയി 1 വർഷം കഴിഞ്ഞിട്ടാണ് ഇവൻ അവിടത്തേക്ക് വരുന്നത്. എനിക്ക് ഓൾറെഡി ബാംഗ്ലൂർ കസിൻസ് ഉണ്ട്, ഞാൻ മുന്നേ വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടെ, ലൈക്ക് ഇവിടെ വർക്ക് ചെയ്യണം, കുറച്ചാൾ വർക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പഠനം കഴിഞ്ഞു, നേരെ ഫസ്റ്റ് ഇന്റർവ്യൂ വന്നു, അത് ക്ലിയർ ചെയ്തു, കയറി. വീട്ടിലൊക്കെ ആരൊക്കെ ഉണ്ട്? ഉപ്പ, ഉമ്മ, 2 ബ്രദേഴ്സ്. ഒരാൾ ബാംഗ്ലൂരുണ്ട്, ഒരാൾ ദുബായ് ആണ്, മനാഫ്, മിഷാദ്. മൂത്ത ചേട്ടന്റെ വൈഫ് ബാംഗ്ലൂരിൽ ചേട്ടന്റെ കൂടെ തന്നെയുണ്ട്, ഒരു മോളുണ്ട്. രണ്ടാമത്തെ ചേട്ടന്റെ വൈഫ് നാട്ടിലുണ്ട്, അവർക്കൊരു മോനുണ്ട്.
കല്യാണമൊക്കെ ആവാറായില്ലേ? ആയി. എന്താ ചിരിക്കണേ? ഇവന്റെ കല്യാണം ഇവന്റെ മുമ്പ് എന്നെ ഏൽപ്പിച്ചേക്കണം. ആ നല്ല നല്ലൊരു പെണ്ണിനെ, പെണ്ണായാ മതി. നല്ലൊരു കുട്ടീനെ നോക്കി നീ കണ്ടുപിടിക്കണം. ഇവിടെയോ? ഞാൻ വീട്ടില് അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ എനിക്ക് 2 ബ്രദേഴ്സ് ഉണ്ട്. ട്വിൻസ് ആണ്. അവിടെ ആണോ? ഓക്കെ. പിന്നെ സിംബ എന്റെ പട്ടിക്കുട്ടി. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഇവൻ വീട്ടിലങ്ങനെ വിളിക്കാറൊന്നുമില്ല. ഇവന്റെ അമ്മ എന്നെ വിളിച്ച് കംപ്ലൈന്റ് പറയും. വിളിക്കാറില്ല വീട്ടിലല്ലേ? എന്തെങ്കിലുമൊക്കെ പറയാണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു അതെന്താ അതൊക്കെ പറയണം, അതൊക്കെ കേൾക്കണ്ടേ? ഇത് പറയണം പിന്നല്ല, ഉള്ള കാര്യങ്ങളാണ്. ഉള്ള കാര്യങ്ങളാ. നിനക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ വെച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യം പറഞ്ഞോട്ടോ. ഇപ്പോഴേ അവസരം. അങ്ങനെ എന്തെങ്കിലും ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞോ. പൊക്കാറാണ് പതിവ്, ഇവൻ അങ്ങനെ പറയാറില്ല. പൊക്കും. ഇപ്പൊ ശ്രീകുട്ടന് പൊക്കിയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ? ഇല്ലല്ലേ, ഞാൻ ഭയങ്കര ഓപ്പണാ. ഞാൻ എല്ലാം പോയി പറയും. ഇല്ല, ഒന്നുമില്ല. ഇല്ല. കോളേജിൽ നിന്ന് ഇവൻ എക്സാമിന്റെ ദിവസം നേരത്തെ വന്ന് പഠിക്കുന്നത് ഞാൻ പൊക്കിയിട്ടുണ്ട്. എന്നോട് പഠിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് ഞാൻ നോക്കുമ്പോ ഒറ്റയ്ക്ക് അതിന്റെ ഒരു മൂലക്ക് ബുക്കൊക്കെ വെച്ചിട്ട് പഠിക്കുന്നു. അത് ഞാൻ കൈയോട് പിടിച്ചിട്ടുണ്ട്. ഒന്ന് പഠിച്ചിട്ടില്ല എന്ന് പറയും, തോക്കുന്നു പറയും. ഇവൻ പെമ്പിള്ളേർക്ക് മുട്ടായി വാങ്ങി കൊടുത്തിട്ട് അസൈൻമെന്റ്സ് ഒക്കെ എഴുതി വെക്കും. ഞാൻ അസൈൻമെന്റ് ഡേറ്റ്സ് ആവുമ്പോ ഞാൻ ആരോടെങ്കിലും ചോദിക്കും, എനിക്ക് അസൈൻമെന്റ് ചെയ്തു തരൂ. അപ്പൊ ഇവൻ മറ്റേ സെറ്റാക്കിയിട്ട് എന്റേത് റെഡി കൊണ്ടുപോകും. ഞാൻ ആരായി അവര് ചെയ്തരാന്ന് പറയുമ്പോൾ മേടിച്ചു കൊടുക്കണം. പിന്നെ മേടിച്ചു കൊടുക്കണ്ടേ, അല്ലാണ്ട് വേറെ ഒന്നും അല്ലാതെ മേടിച്ചു കൊടുത്തില്ല. നിങ്ങളൊക്കെ സിംഗിൾ ആണോ അതോ സിംഗിൾ? കള്ളം പറയരുത് കേട്ടോ. എനിക്ക് അടുത്തൊരു തേപ്പ് അതുകൊണ്ടാണ് ഒരു പോസ് വന്നത് പെട്ടെന്ന്. എവിടെ എന്താ ഇവനിപ്പോ സംസാരിക്കുമ്പോ ഒരു പോസ് വന്നു. ഓ എന്താ വരാത്തെ പ്രണയത്തിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? പറയൂ. പ്രണയത്തെ കുറിച്ച്. പ്രണയം ദുഃഖമാണുണ്ണി. അല്ലല്ല, നല്ല പരിപാടിയാണ്. നല്ല പരിപാടിയാണ്. നല്ല പ്രണയമാണെങ്കിൽ നല്ലതാണ്. നല്ല ട്രസ്റ്റ് ഉണ്ടായിരിക്കണം, നല്ല അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം. അടിപൊളിയാണ്. അവിടെ നിന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ സൂം ചെയ്തിട്ടാണ് കേട്ടോ. പറഞ്ഞോ. അങ്ങനെ കിട്ടിയിട്ടില്ല. പ്രണയം ഉണ്ടായിട്ടില്ലേ? അല്ല, അങ്ങനല്ല. അത് പക്ഷെ തേപ്പൊന്നും ആയിരുന്നില്ല. അല്ല, ജസ്റ്റ് ബ്രേക്കപ്പ് ആയി. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ്. എവിടെ കുറച്ച് ദിവസങ്ങളായോ ഹീൽ ചെയ്ത് കഴിഞ്ഞു? ഒരു 2 മാസം. അതൊക്കെ പെട്ടെന്ന് പോകണായി, കാരണം അത്രയും നല്ല റീസൺസ് ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ. അപ്പൊ വെറുതെ അതിനെ കുറിച്ച് ആലോചിച്ചിരുന്ന സമയങ്ങളാണ്. അത് വേണ്ട, പറയണ്ട. അതെ അതെ, വെറുതെ അതിനൊന്നും പ്രൊമോഷൻ കൊടുക്കണം. വേണ്ട 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 വേണ്ട. ഓക്കെ. ഇപ്പോ എന്താ പറയാ, ഓക്കെ, ഇപ്പോ പെൻസിൽ സ്കെച്ച് ചെയ്യും എന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പാട്ട് പാടും. അല്ല, ഞാൻ കണ്ടേ ഇവിടെ മറ്റേ കോലും കൊണ്ടിട്ടുള്ള കോല് കളി, മറ്റേ അല്ല എന്താ മറ്റേ അല്ല കോലില്ലേ, കോൽക്കളിയാണോ? ആ കോൽകളിയാണ്, പക്ഷെ മറ്റേ കോലും കൊണ്ട് ഇങ്ങനെ കറക്കിയിട്ട്. ഓ, അത് കളരി. കളരിയാണോ അത്? വലിയ സ്റ്റിക്ക് വെച്ച് റൊട്ടേറ്റ് ചെയ്യുന്ന പരിപാടി. അതിന് വേറെന്തോ പറയില്ലേ? തമിഴ് സിലമ്പാട്ടെന്ന് പറയും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അത് വേറെ. അതൊക്കെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടപ്പോഴേ, സകലകലാവല്ലഭനാണ്. അതിന്റെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടപ്പോൾ ഞാൻ അതിന്റെ ഇടയിൽ കമന്റ് കണ്ടു, കുട്ടിക്ക് അറിയാത്ത എന്തെങ്കിലും ഉണ്ടോ? ചുമ്മാ ആൾക്കാർ ഇങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാരെന്ന് പറയുന്നത് സന്തോഷമുള്ളൂ. ഇതൊക്കെ എങ്ങനെ പഠിക്കുന്നത്? സമയം കിട്ടാറുണ്ട് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്? ആക്ച്വലി കളരി ഞാൻ ഏറ്റവും ആദ്യം ഞാൻ തുടങ്ങിയത് കളരി വെച്ച്. നാട്ടിൽ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കളരി ഉണ്ട്. അപ്പോൾ ഒരു 10th മുന്നേ അപ്പോൾ കളരി തുടങ്ങി. അപ്പോൾ ഫ്ലെക്സിബിലിറ്റി ഒക്കെ എല്ലാം വന്നത് കളരി പഠിച്ചപ്പോൾ. അപ്പോൾ അങ്ങനെ കളരി അപ്പോൾ റെഗുലറായിട്ട് പോകുമായിരുന്നു. പിന്നെ ഒരു പോയിന്റ് വെച്ച് സ്റ്റഡീസ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. പക്ഷെ എന്നാലും സമയം കിട്ടുമ്പോൾ ഒക്കെ ചെയ്യും. കാരണം അതൊക്കെയാണ് ഡാൻസിൽ തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. മോസ്റ്റ്ലി പിന്നെ ആൾക്കാർ ഭയങ്കര ഫ്ലെക്സിബിലിറ്റി ആണ്, മൂവ്മെന്റ്സ് ഒക്കെ നല്ല രസമുണ്ട്. ഞാൻ ക്ലാസിക്കൽ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർ ചോദിക്കുന്ന മെയ്വഴക്കം നന്നായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കളരിന്ന് കിട്ടിയതാ, അല്ലാണ്ട് ഞാൻ അതിനുവേണ്ടി ട്രെയിൻ ചെയ്തിട്ട്. ഡ്രോയിങ് ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സുജാത ചേച്ചിയുടെ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ എങ്ങനെ കൊടുത്തേ? തപ്പി പിടിച്ചു കൊടുത്താണോ? ഭയങ്കര ഇഷ്ടമുണ്ടായിട്ട് അതില് എനിക്ക് പരിചയമുള്ളൊരു ചേച്ചിയുണ്ട്, ചേച്ചി എന്റെ കോളേജിലെ നമ്മുടെ സീനിയർ ആയിരുന്നു. ചേച്ചി നമുക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളവരാണ്. അപ്പോൾ ചേച്ചി ത്രൂ
കൊടുത്തതാണ്. ഭയങ്കര ഇഷ്ടമായി തോന്നുന്നില്ല. അത് എടുത്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ അത് video ഞാൻ എന്റെ കണ്ടിട്ടുണ്ടായിരുന്നു വീഡിയോ. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിനോട് എന്തെങ്കിലും പരാതി പറയാനും അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? എന്തെങ്കിലും പറയാനായിട്ടുള്ളത് അങ്ങനെ എന്തെങ്കിലും? എങ്ങനെ വേറെ എന്തെങ്കിലും കാര്യമാണോ? വേറെ എന്തെങ്കിലും ഇപ്പം നിങ്ങളുടെ വീഡിയോസ് അധികം റീച്ച് ആക്കുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഉള്ള സമയത്ത് ഇപ്പൊ നല്ല രീതിയിൽ പോയിട്ട് അതുപോലെ ഇനി അനക്കണ്ടാവും. അതുപോലെ ഇവിടെ നാടാണോ അതോ ബാംഗ്ലൂരാണോ ഇഷ്ടം? ബാംഗ്ലൂരാണ് ഇഷ്ടം. അവിടെയാണ് കൂടുതൽ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ചുകൂടി എന്താ പറയാ പ്രൈവസി ഫ്രണ്ട്സിന്റെ അല്ലേ ഇത് പേഴ്സണൽ പ്രൈവസി ആയാലും തോന്നിയ പോലെ നടക്കാലോ വീട്ടില്. പിന്നെ ഇതുപോലെ ഡാൻസ് ഒക്കെ ചെയ്യാനും അവിടെയാണ് കുറച്ചുകൂടി എളുപ്പം. നാട്ടിൽ വരുമ്പോ എന്തായിരിക്കും പരിപാടി? ഇവന്മാരൊക്കെ കാണാം, കോളേജിൽ പോകും, ചിലപ്പോ പുറത്തെവിടെയെങ്കിലും പോകും, സിനിമക്ക് പോകും. നമ്മള് മോസ്റ്റ്ലി എന്തെങ്കിലും കല്യാണം, തെയ്യം അങ്ങനെയൊക്കെ കിട്ടാൻ സ്ഥലത്ത് പോവാ. ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് കടന്നാക്കാം. ഓക്കെ, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോ അതിന് ആൻസർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പണിഷ്മെന്റ് ഉണ്ട്. ഓക്കെ, അപ്പോ ഞാൻ കുറച്ച് പണിഷ്മെന്റുകൾ ഇതിനകത്ത് എഴുതിയിട്ടിട്ടുണ്ട്. നിങ്ങളിത് തുറന്ന് എടുക്കുക. അത് ഉത്തരം പറഞ്ഞില്ലെങ്കിലാട്ടോ. പറയില്ല എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാനിത് തരട്ടെ അങ്ങോട്ട്. ഇത് കുറച്ച് ബുദ്ധിപരമായിട്ട് ചിന്തിക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോ നിങ്ങള് ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട്. ഓക്കെ, ചോദിക്കട്ടെ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് പെട്ടെന്ന് ഷർട്ട് തേക്കണം, പക്ഷെ കറണ്ട് ഇല്ല, അപ്പൊ എന്ത് ചെയ്യും? എക്സിനെ വിളിക്കട്ടെ? അല്ല, അത് ഞാൻ പക്ഷെ ക്വസ്റ്റ്യൻ പറഞ്ഞു ആൻസർ ഇല്ല. അല്ല, ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചു, പക്ഷെ ആൻസർ കറക്റ്റ് ആൻസർ അല്ല പറഞ്ഞത്. അല്ല, അപ്പൊ പണിഷ്മെന്റ് അല്ല, അവൻ ജസ്റ്റ് വെറുതെ പറഞ്ഞതാണ്. വെറുതെ പറഞ്ഞാണോ? അപ്പൊ നിങ്ങൾ ആൻസർ പറയോ? ആലോചിക്കട്ടെ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയൂ. ഷർട്ട് തേക്കണം, കറണ്ട് ഇല്ല, പെട്ടെന്ന് കറണ്ട് പോയി, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അധികം ബുദ്ധി ഉപയോഗിക്കണ്ട. ഇത് ഭയങ്കര ബുദ്ധിപരമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ആലോചിച്ചാ ഞാൻ അങ്ങനത്തെ ക്വസ്റ്റ്യനെ കൊണ്ടുവരാറുള്ളൂ. ഷർട്ട് തേക്കണടാ, കറണ്ട് ഇല്ല. ഇസ്തിരിപ്പെട്ടി ഉണ്ടോ? അല്ല, ഇസ്തിരിപ്പെട്ടി കാര്യമില്ലല്ലോ. മറ്റേ ഇതുണ്ടല്ലോ, പഴയ ഇസ്തിരിപ്പെട്ടി ഉണ്ടല്ലോ, അതൊന്നും അല്ല. പറയില്ലല്ലോ, പറയട്ടെ. അതായത് നമ്മൾ ആ ഇസ്തിരിപ്പെട്ടിയില്ലേ, നമ്മൾ ആ ഇൻബോക്സിനോട് ചൂടാവണം. അപ്പൊ അത് ചൂടാവും, ഇത് നമുക്ക് തേക്കാൻ പറ്റും. എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? എടുത്തോ. രണ്ടാളെടുക്കണോ? ഇല്ല, ഒരെണ്ണം എടുത്താൽ മതി. ഒരെണ്ണം എടുത്താ രണ്ടുപേരും ഞാൻ ചെയ്യിപ്പിക്കും. അങ്ങനെയാണോ? നല്ല നോക്കി എടുക്കണം. എന്താ ഒരു അഭിപ്രായം? എന്താ എന്റെ പ്രൊപ്പോസ് ചെയ്യുക? ആരെ പ്രപ്പോസ് ചെയ്യണമെന്ന് അറിയോ? അതായത് ഇപ്പൊ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു പെണ്ണാണ്. ആ പെണ്ണിനെ എങ്ങനെ വീഴ്ത്തും എന്നാണ് നമ്മള് അറിയാൻ പോകുന്നത്. അത് മുഫാസാണ് നമ്മളെ പഠിപ്പിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, നീ എന്ത് സുന്ദരിയാന്ന് അറിയാം. നിന്റെ ഈ സൗന്ദര്യത്തില് ഈ കോളേജിൽ വീഴാത്ത ആമ്പിള്ളേരില്ല. പക്ഷെ എനിക്ക് നിന്റെ സൗന്ദര്യത്തിലല്ല, പിന്നെ നിന്റെ ഹൃദയം, ക്യാരക്ടർ, അതല്ല, നിന്റെ ആ ക്യാരക്ടർ, നിന്റെ ആ ക്വാളിറ്റി, ആ ഒരു പേഴ്സണാലിറ്റി, അതാണ് എനിക്കിഷ്ടം. സോറി ചേട്ടാ, പറയട്ടടാ, പ്രപ്പോസ് ചെയ്യട്ടാ. പോരുന്നു എൻ്റെ കൂടെ? 2 ദിവസം തരുമോ ആലോചിക്കാൻ? എടുത്തോ, കുഴപ്പമില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് യെസ് പറയണം. ശരി, ഓക്കെ. വേറെ ആളുണ്ടെന്ന് പറ. അയ്യോ സോറി ഏട്ടാ, എനിക്ക് വേറെ ആളുണ്ട് ഏട്ടാ. അയ്യോ, അങ്ങനെ പറയരുത്, കുറച്ച് മാറിയിരിക്കുന്നു. ഇത്രയും നല്ലൊരു ചെക്കനെ നിനക്ക് ഈ ഇട്ടാവട്ടത്തിന് കിട്ടില്ല. അതെനിക്ക് ആലോചിക്കണം. പോരെ, അതെന്താ ഒരു കൊള്ളിക്കല്. ശരിക്കും വീണ്ടായിരുന്നു. ചെക്കനുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാ പ്രശ്നം പറ്റിയ. ഓക്കെ, അടുത്ത നമുക്കായാലോ? ആയിക്കോട്ടെ. ഓക്കെ, ചോദ്യം ചോദിക്കും. ഒരു ഷർട്ടിനെ നമ്മളെങ്ങനെ ഷർട്ട് വിട്ടിട്ട് കളി ശരിയല്ല. കുഴപ്പമില്ല. ഒരു ഷർട്ടിനെ നമ്മളെങ്ങനെ ടീഷർട്ട് ആക്കും?
അതിൽ ചായ വെച്ചിട്ട് ആ ലെവലിലേക്ക് വന്നു, നിങ്ങൾ യൂണിവേഴ്സിലേക്ക് വന്നിരിക്കുന്നു ഗൈസ്. Nice. ഓക്കെ, രക്ഷപ്പെട്ടല്ലേ? ഓക്കെ, ഒരമ്മുമ്മ കുക്കറിൽ കഞ്ഞി വെക്കായിരുന്നു. പെട്ടെന്ന് ആ കുക്കർ പറന്നുപോയി. എന്തുകൊണ്ട്? എല്ലാവർക്കും ആലോചിക്കാം. അമ്മൂമ്മ കുക്കറിൽ കഞ്ഞി കഞ്ഞിയൊക്കെയായിരുന്നു, പെട്ടെന്ന് ആ കുക്കർ പറന്നുപോയി. മറ്റേ പ്ലെയിൻ ദോശയുടെ ആണെങ്കിൽ എനിക്ക് അറിയായിരുന്നു. അതല്ല, ഞാൻ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. ദോശയല്ലേ ഇത്? ഇത് നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടും. ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് താഴെ ആലോചിക്കട്ടെ. ആലോചിക്കണ്ട, അത് കിട്ടില്ല. എടുക്കേണ്ടി വരുമല്ലേ? എന്ത് പറ്റി ഗൈസ്? തോറ്റ് പിന്മാറുന്നുണ്ടോ? ഏയ് അങ്ങനെ തോറ്റ ചരിത്രം തോറ്റ ഞാൻ മാസം ഡയലോഗിക്കാൻ പണ്ടാരം. ഓക്കെ, എടുത്തോളൂ. അമ്മേ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടെടുത്തു. അതെ അതെ അതെ. വീട്ടിലെ ആരെങ്കിലും വിളിച്ച് എനിക്ക് 2 കല്യാണം കഴിക്കണമെന്ന് പറയാ. ആരെയാ പറയാ? ആരെങ്കിലും കസിൻസിനെ ആരെങ്കിലും വിളിച്ചിട്ട് ഒന്ന് പറഞ്ഞാലും മതി. കുഴപ്പമില്ല, നമുക്ക് നല്ല റിയാക്ഷൻ ഉണ്ടാവും. അത് മ്യൂട്ട് ചെയ്യോ എന്റെ കല്യാണം ഇവിടെ ഇങ്ങനെ അതെ അതെ പൊരതറിഞ്ഞ് നിൽക്കുക ഞാനിവിടെ നിന്ന് പറയും. ആരെയാ വിളിക്കാൻ പോന്നെ? അർജുൻ്റെ അർജുൻ വിളിക്കായിരുന്നു. അമ്മേനൊന്നും വിളിക്കണ്ട, ഇപ്പം നിങ്ങളെ പറഞ്ഞു വിടാം. അമ്മേനെ വിളിച്ചാൽ കുഴപ്പമുണ്ടോ? അമ്മേനെ വിളിച്ചാൽ കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. അമ്മയോട് പറഞ്ഞു നോക്കിയേ, അമ്മ എനിക്ക് 2 കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഒരെണ്ണം സെറ്റ് ആയിട്ടുണ്ട്, ഒരെണ്ണം അമ്മ സെറ്റ്. എന്നെ വിളിക്കും. അപ്പൊ ഇവനെ വിളിച്ചിരിക്കും. അപ്പൊ ഇവിടെ തന്നെ ഉണ്ടല്ലോ, നമുക്ക് സ്പീക്കറാ. അമ്മനെ വിളിച്ചാലോ? അമ്മേനെ വിളിക്കാം. വിശ്വസിക്കും തോന്നുന്നു. വിളിച്ചു നോക്കാം, എടുക്കുക അറിഞ്ഞൂടാ. ഉച്ചയല്ലേ? എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം കേട്ടോ. എനിക്ക് പെണ്ണിട്ടാണ്ടാവോ? ഹായ്. ഹലോ അമ്മ, എന്താണ് തിരക്കിലാണോ? അമ്മേ, ഞാനിങ്ങനെ ഒരു കാര്യം അറിയിക്കായിരുന്നു. ഞാൻ 2 കല്യാണം കഴിച്ചാലോ? അല്ല സീരിയസ്ലി, ഒരാളെ നാട്ടിൽ വെക്കാം, ഒരാളെ ബാംഗ്ലൂർ വെക്കാം. അമ്മക്കല്ലേ പെമ്മക്കളില്ല ഭയങ്കര പരാതി. പറ, അമ്മേന്റെ അഭിപ്രായം എന്താ? എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഞാൻ 2 ആളെ തരാം. അമ്മക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ അതിലൊരാളെ അമ്മ ഓക്കെ പറഞ്ഞാൽ മതി. ഇത് തുടങ്ങിയോ? പറ. അയ്യോ ചേച്ചിയോടും ചോദിച്ചില്ലേ, അടിക്കന്നെ. അപ്പോൾ 2 ആളെ ഞാൻ വിടാം അങ്ങോട്ട്. നമുക്ക് പ്രൊഫൈൽ ഷെയർ ചെയ്യാം, അമ്മ സെലക്ട് ചെയ്താൽ മതി. ചിരിക്കുക കേട്ടോ? ശരി, അത്രേ ഉള്ളൂ. ലൈൻ കട്ട്, ബൈ. ഓയ് അതൊക്കെ പിന്നെ ബൈ. ഞാൻ വിളിക്കാം കേട്ടോ. ഒരു പരിപാടിയില്ല, പിന്നെ വിളിക്കാം. ബൈ. അമ്മ ചുമ്മാ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അമ്മേനെ വിളിച്ചിട്ട് ഇതുപോലെ ഓരോന്ന് പറയുന്നതാ. അപ്പൊ അതുപോലെ അമ്മ എടുത്തു, അത്രേ ഉള്ളൂ. ഞാൻ വിളിക്കണം? പിന്നെ വിളിക്കടാ. ഉമ്മാനെ വിളിക്കും. ഇവന്റെ ഉമ്മനെ വിളിച്ചിട്ട് ഞാനൊരു ചീത്തവിളി പ്രതീക്ഷിക്കുന്നു. എനിക്ക് അതാണ്. ഇവന്റെ ഉമ്മനെ വിളിച്ച് ഞാൻ പറയട്ടെ, മുഫാസിന് 2 പെണ്ണ് സെറ്റ് ആയിട്ടുണ്ടെന്ന് പറയാം. വിളിക്കടാ. അല്ല ഞാൻ വിളിക്കണം? നിങ്ങൾ നാട്ടിൽ പോണില്ലല്ലോ, പ്രശ്നമില്ല. ഞാൻ വിളിക്കും. ഇവന്റെ പരിപാടി ഞാൻ കാണിച്ചു തരാം. നീ എനിക്കിട്ട് പണി തരുന്നടാ. മുഖം ക്ലോസ്. ഖൈറുന്നീസുമ്മ എവിടെ? എടുത്താ മതി. ഉമ്മ ചിലപ്പോ സീരിയസ് ആക്കി എടുക്കും. ഉമ്മ ഹാപ്പി വിഷു ഒക്കെ കഴിഞ്ഞു. മുഫാസിന് പെണ്ണ് സെറ്റ് ആയിട്ടുണ്ട്, അത് പറയാനാ വിളിച്ചേ. അൽഹംദുലില്ലാ പറയല്ലേ, വെയിറ്റ്. അത് പ്രശ്നം എന്താ വെച്ചാ പറയുന്നേക്ക് വലിയ പ്രശ്നം. ഇവിടെ 2 ആളുണ്ട് ആക്ച്വലി. ഇവന് വേണ്ടി അടിയാ.
ഇവന് രണ്ടാളെയും വേണം. എന്ത് ചെയ്യാൻ നമ്മളിപ്പോ? രണ്ടാളെയും കെട്ടാനുള്ള വല്ല വകുപ്പുണ്ടോ? ഇല്ല. ഇപ്പൊ അതൊക്കെ ഓക്കെ അല്ലേ? മാനേജ് ചെയ്തോളൂ. സെപ്റ്റംബർ 13 തന്നെ നമുക്ക് നടത്താം. അതെ, ഒന്നിനെ താൽക്കാലികമായിട്ട് വെക്കാം. അനുഭവത്തിൽ വരുമ്പോ ഇതെല്ലാം മനസ്സിലാവും. ശരിമാ ഒന്നുമില്ല, ഞാൻ പറയാം പിന്നെ. സ്പീക്കറില്ല. ഇനി 2 സെറ്റ് കൊടുത്തിട്ട്. ശരിയമ്മാ, ഞാൻ വിളിക്കാട്ടോ. ഇപ്പൊ വിളിക്കാം. ഓക്കെ, ബൈ. സന്തോഷായില്ലേ? ഒരാളെ സെറ്റ് ആക്കിയാലും കുഴപ്പമില്ല എന്നുള്ള ധാരണയായില്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ? ഞാൻ അതിനു വേണ്ടിയായിരുന്നു. കുറച്ചുകൂടെ ഒന്ന് പ്രഷർ ചെയ്ത രണ്ടായാലും സമ്മതിക്കും. അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. അടുത്തത് ഷർട്ട് വിട്ടിട്ട് ഞാനിപ്പോ കൊതുകിലേക്ക് പിടിച്ചിരിക്കാം. കൊതുകും പൊറോട്ടയും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഇത് ഇവനോടുള്ള ചോദ്യമാണോ? രണ്ടുപേരും നേരത്തെ ഞാനല്ലേ എടുത്തേ. ഇതെനിക്ക് അറിയാം, ഞാൻ പറയില്ല. ഇവൻ പറഞ്ഞോട്ടെ. അതെന്താ അങ്ങനെ? അറിയാം. അടുത്ത നീ എടുക്ക്. ആലോചിക്ക്. പൊറോട്ടയും കൊതുകും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ആലോചിക്കടാ. ഇത് ബുദ്ധിപരമായിട്ടുള്ള കുറച്ച് എനിക്ക് തോന്നില്ല എനിക്ക് കിട്ടുന്നു. ക്ലൂവും ക്ലൂയൊന്നുമില്ല, എനിക്കൊന്നും തോന്നില്ല. അതൊന്നും എനിക്ക് വേണ്ട. ടൈം അപ്പ്. മതി. ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുന്നത് പറയുന്നത്. എടുത്തോ. ഉത്തരം പറയട്ടെ. കൊതുക് മലേറിയ വരുത്തും, പൊറോട്ട നമ്മളേറിയ വരുത്തും. പരത്തല്. അപ്പൊ ആങ്കറിന് പണി കൊടുക്കണം. നമ്മളതൊന്ന് ചോദിക്കലാണോ? അത് സൂപ്പർ. താങ്ക്സ് ടു കൊതുക് ആൻഡ് പൊറോട്ട. ഇതിന്റെ ആൻസർ പറയായിരുന്നില്ലേ എന്നാ? ഞാൻ എടുത്ത തീരുമാനം എങ്ങനെയുണ്ട്? ഞാൻ ഉത്തരം പറഞ്ഞെങ്കിൽ എനിക്ക് ചെറിയ ടാസ്കുകൾ തരാൻ നമുക്ക് ടാസ്ക് തരാൻ പറ്റുമോ? അതായത് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇത് തന്നെ നിർത്താലോ. കൊറേ ടാസ്ക് ഇല്ലേ? എന്താ പറയുക, അങ്ങനെ പറ്റുമോ? നല്ലൊരു ഐഡിയ. അയ്യോ, അതിനകത്ത് എന്തെന്നൊക്കെ തുറന്നു നോക്കിട്ട് കൊടുക്കുന്നോ? നിങ്ങൾ എടുത്തോ, എനിക്ക് നടന്നു വരാൻ പറ്റില്ല. വായിച്ചോ. വായിച്ചു കൊടുക്കടാ. അത് കാണിക്കണേ. അതുള്ളത് തന്നെയാണോ വായിക്കുന്നത് നോക്കണ്ടേ? ഇത് മാറ്റി തരുമോ എനിക്ക്? ഇല്ല കാണിക്ക്. എനിക്ക് ഇത് പക്ഷെ നിങ്ങൾക്ക് എന്താണത്? അതായത് ഒരു പെണ്ണ് എന്റെ ഡാൻസ് കണ്ട് കെട്ടിപ്പിടിച്ച് പറഞ്ഞു എനിക്ക് ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്, കല്യാണം കഴിക്കാമോന്ന്. ഈ ഒരു കാര്യം കരഞ്ഞിട്ട് പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. കരഞ്ഞോണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞ രസം ഉണ്ടാവില്ല കേട്ടോ. കരഞ്ഞിട്ട് പോയാ ഒരു പെണ്ണ് കരഞ്ഞോണ്ട് അത് ഞാൻ എങ്ങനെ ഡാൻസ് നല്ല രസമുണ്ട് ചേട്ടാ, സന്തോഷമുള്ള കാര്യം ഇത് നിങ്ങൾക്ക് തരണേ. വേറെ ഏതെങ്കിലും തരുമോ എനിക്ക്? ഇല്ല. വേറെ ഏതെങ്കിലും സിമ്പിൾ ആയിട്ടുള്ളത് ഉണ്ടാവും. കുഴപ്പമില്ല, വേണ്ട. കുറച്ചുകൂടി കളറാവട്ടെ. ഇതെനിക്ക് നിങ്ങൾക്ക് കിട്ടിയ എനിക്ക് ഇത് ഞാൻ പറഞ്ഞോളാം. ഓക്കെ, ആരോടാ പറയണേ? ഇപ്പൊ ആണാക്കിട്ട് പറയണോ അല്ലേ? അങ്ങനെ പറയണോ? ഇതിപ്പോ പെണ്ണ് ഞാൻ കെട്ടു. കുഴപ്പമില്ലല്ലേ? എനിക്കിങ്ങനെ അഭിനയിക്കാൻ അറിയാൻ പാടില്ല. പഠിക്കണേ ക്യാമറമാൻ സൂം ഒരു പെണ്ണ് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് മുമ്പ് വെച്ചിട്ട് പറഞ്ഞു എന്നെ ഇഷ്ടമാണെന്ന് തോന്നി. എനിക്ക് ഇത്ര അറിയാൻ പാടില്ല. അടുത്തത് ഓക്കെ. ഇത് ഇതെനിക്കറിയില്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്ന്. ഒരാള് കടല് കാണാൻ പോയി. അപ്പൊ അയാളുടെ അപ്പൊ പെട്ടെന്ന് വെള്ളം കയറി. അപ്പൊ വെള്ളം കയറിയപ്പോ ഇയാളുടെ കയ്യിലാകെ ഒരു 4G സിമ്മും ഒരു 3G സിമ്മും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇയാളെങ്ങനെ രക്ഷപ്പെടും? വെള്ളം കയറി അല്ലേ? ചോദ്യം കേട്ടറിഞ്ഞു. ലെവലാണോ? ഹൈ ലെവലാണോ? ലെവലാ. ഉയർന്ന് ചിന്തിക്കണം. കുറച്ച് പേരിരുന്നോ?
ഏതൊക്കെ സിം ആയിരുന്നു? എയർടെലും ജിയോയും. അല്ല എന്താണ് 4G 4G 3G സിം മറ്റേ നെറ്റ് വരട്ടെ. നെറ്റ് റീചാർജ് ചെയ്തിട്ട് എനിക്ക് പറ്റും. ടൈം ഔട്ട്. അയ്യടാ ഞാൻ പറയാൻ ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാലോ. പറ. മറ്റേ നെറ്റ് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും. അതായത് ഇപ്പൊ 4G സിം ഉണ്ട് 3G സിം ഉണ്ട്. ഈ 4G 3G കുറച്ചാൽ എത്രയാ 1G ആയി. അപ്പൊ 1Gയിൽ കയറി നമ്മൾ രക്ഷപ്പെടും. 1G അത് കൊള്ളാം. അത് കൊള്ളാം. കുറച്ചും രസം അല്ലേ? അടിപൊളി. എടുത്തോ. ഇതിനെടുക്കണം. ഓ ഇത് രക്ഷപ്പെട്ടപ്പോ തന്നെ എനിക്ക് സമാധാനായി. 6 പ്രാവശ്യം വട്ടം കറങ്ങിയിട്ട് ഫ്രണ്ടിൽ നിൽക്കുന്നത് കാമുകയാണെന്ന് വിചാരിച്ചിട്ട് കിസ് ചെയ്യുക. കുഞ്ഞിക്കളാ റെഡിയല്ലേ? കുറച്ച് സ്പീഡിൽ കറങ്ങി. എന്നെ കൊറേ നീ വട്ടം കറപ്പിച്ചല്ലേ. ആയിട്ടില്ല. നീ വന്നിട്ട് പറയണോ? അത് പറയാൻ ആണോ? നെക്സ്റ്റ് അയ്യോ വേണ്ട വേണ്ട വേണ്ട. പിന്നെ ഇത് അവസാനത്തെ ഇന്റർവ്യൂ ആവോ? റെഡി ഗോ. ആദ്യം ചെയ്തു പലതും ഓർമ്മ. അതാ ഞാൻ പറഞ്ഞേ സീനത് വിഷയേട്ടാ. ട്രെയിനോ അങ്ങനെ കൂടി ട്രെയിൻ രക്ഷപ്പെട്ടു. എന്താണ് പുഷപ്പോ? 2 മിനിറ്റ്. അപ്പോ ആ ടാസ്ക് വളരെ ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇതും കൂടെ ഉള്ളൂ കേട്ടോ. നിങ്ങൾ അത് കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടാൻ പോവാണ്. പക്ഷെ രക്ഷപ്പെടത്തില്ല, ഞാൻ ഡാൻസ് കളിപ്പിച്ചിട്ടേ വിട്ടു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ടഫാണ്. ഒരു ഉറുമ്പിനെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താവും? ഒരു ഉറുമ്പിനെ നമ്മൾ പീസ് പീസാക്കും. അപ്പൊ അതെന്താവും? 2 പീസാവും. ആന്റി പീസ്. ആന്റിക് പീസ് ആണോ? അല്ല, ഒരു ഉറുമ്പിനെ കട്ട് ചെയ്യുന്നു. കേട്ടിട്ടുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. ഞാൻ വേഗം ക്ലോസ് ചെയ്യുന്നു. മണിക്കുട്ടി ഓടി തുടങ്ങി. പറ, എല്ലാ ഉത്തരം നീയല്ലേ പറഞ്ഞത്. ഇല്ലെങ്കിൽ അടുത്തിരിപ്പുണ്ട്. ഒരു ക്ലൂ തരും, ചെറിയ ക്ലൂ. നമ്മളെല്ലാരും കണ്ടിട്ടുണ്ട്, നമ്മളെല്ലാരും കാണാറുണ്ട്. ഒരു വസ്തുവാണോ? ആ അല്ല, ഒരു അത് കൂടുതലൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ തോറ്റു. പറയട്ടെ, കട്ടുറുമ്പ്. ഇതായിരുന്നു ഞാൻ മാറ്റി മാറ്റി വെച്ചത്. ദൈവമേ, ഇവര് പറയും 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 വിചാരിച്ചിട്ട്. ആ ഞാൻ പറഞ്ഞില്ലേ, നല്ല അടിപൊളി ലെവലിൽ ചിന്തിക്കണം. എടുത്തോളൂ, ഇതും കൂടെ ഉള്ളൂ. പുഷപ്പ് അടിക്കുക. ആ ഓക്കെ, അപ്പൊ നമുക്ക് പുഷപ്പ് അടിച്ചിട്ട് വരാം. കോച്ച്. എന്ത് കോച്ച്? 2 കോച്ച്. 2 പേരും കോച്ചിരിക്കണം. റെഡി? കഴിഞ്ഞിട്ടാ
അപ്പോ ടാസ്കുകളൊക്കെ അതിമനോഹരമായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയും കൂടിയ ലെവലിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ആൻസർ പറയാൻ പറ്റും എന്ത് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അടിപൊളിയായിട്ട് ചെയ്തു. ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ, എല്ലാം ഒന്നിനൊന്ന് മെച്ചം. അതാണ് ഞാൻ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തേടി പിടിച്ച് കൊണ്ടുവന്നതാണ്. ഓക്കെ, അപ്പോ ഇനി എന്താ പറയാ, ഇനി നേരെ ബാംഗ്ലൂരോട്ടാണോ അതോ കൊച്ചിയിൽ വൈബ് ചെയ്യാൻ പോകണോ അതോ? ഇല്ല, ജോലിക്ക് പോകേണ്ടതുകൊണ്ട് നമുക്ക് അധികം സമയമില്ല. പറ്റില്ല. നാളെയും കൂടെ ഇവിടെ നിൽക്കും, എന്നിട്ട് തിരിച്ചു. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? എത്ര ഉണ്ടാവും? ഒരു 29. ഓക്കെ, ഇവന് എന്നെ പറ. ടാസ്ക് ആണല്ലോ. കണ്ട അത്ര തോന്നും. ഒരു ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു 30 മേലെ. ആ, പക്ഷെ എന്നെ കണ്ടാ തോന്നുന്നതല്ല, പൊതുവേ എന്നോട് ആൾക്കാർ പറയുന്നത് അങ്ങനെയാ. എന്താ? ഞാൻ ശരിക്കും എന്റെ ഏജ് വരുമ്പോൾ ആണോ എന്ന് അങ്ങനെ ആയിരിക്കും റിയാക്ഷൻ ഉണ്ടാവുക. അപ്പൊ അതിനനുസരിച്ച് 34 അല്ല, കുറയട്ടെ, അത്രേ ഉള്ളൂ. 30 ബിലോ 25 യെസ് കറക്റ്റ് ആണോ? ഞാനെന്തിനാ കൈയടിച്ചു? വരാൻ പോകുന്ന മെയ് 27. ആ, ഓക്കെ, ബർത്ത്ഡേ ആണല്ലേ? ഓക്കെ, മുഫാസിന് 27. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഞാനാണ് മൂത്തത്. 28. ഓ, കണ്ട ഞാൻ വെറുതെ ചേട്ടാ എപ്പോഴാ ബർത്ത്ഡേ? ജൂലൈയില്. സന്തൂറാങ്കറ ജൂലൈയിലാണ്. അപ്പോ ഇനി നമ്മളെപ്പോഴാണ് കാണാ? ഇനിയിപ്പോ എപ്പോഴെങ്കിലും ഉയരങ്ങളിലെത്തി. അപ്പൊ വിളിക്കൂ, അങ്ങനെ. ഓക്കെ, അപ്പൊ ഇനി ബാംഗ്ലൂര് ഇനി അടിച്ചു പൊളിക്കാൻ വേണ്ടി പോവാണ്. അടിച്ചു പൊളിക്കാൻ വർക്കാണ്, എന്നാലും അതിന്റെ ഇടയിൽ കുറച്ച് വർക്ക് സമയം കിട്ടുമ്പോ ഷൂട്ട് ചെയ്യും. സമയം കിട്ടുമ്പോ ഷൂട്ട് നിങ്ങൾ ഒരിക്കലും മുടക്കരുത്. കാണാനായിട്ട് ഒരുപാട് പേര് ഷൂട്ടാണല്ലോ, ഇതാണല്ലോ നമ്മുടെ ഇപ്പൊ ഇവിടെ വരെ എത്തിച്ചത്. അപ്പൊ അത് അത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുമ്പോൾ നമുക്കും കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കുറെ എന്താ പറയാ, നിങ്ങളുടെ ആ ഒരു കോംബോ എല്ലാവരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. കുറെ ആരാധകരുണ്ട്. അപ്പോ അതൊക്കെ എന്താ പറയാ, അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ കൃത്യമായിട്ട് വീഡിയോസ് ഇടണം. അപ്പം മുടക്കില്ലല്ലോ വീഡിയോസ്? ഇതുവരെ മുടക്കിയിട്ടില്ല, എന്നാലും ഞാനും പറഞ്ഞെന്നുള്ളൂ. എന്താ പറയാ, കാണുമ്പോൾ നമ്മളിങ്ങനെ ശ്രദ്ധിക്കും എന്തോ ഉണ്ട് അതിനകത്ത് എന്ന് വിചാരിച്ചിട്ട് കാണുന്ന കുറെ ആളുകളുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യുക, നന്നായിട്ട് വരട്ടെ വീഡിയോസ് ഒക്കെ. താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഇതിനെ നമ്മള് മാക്സിമം സമയം കണ്ടെത്തുന്നതായിരിക്കും നമ്മുടെ ഡാൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കോംബോ ഇവന്റെ പേഴ്സണൽ ലൈഫുണ്ട്, എനിക്ക് എൻ്റെ പേഴ്സണൽ ലൈഫുണ്ട്. അപ്പോൾ അതിനിടയിൽ വരുന്ന ഒരു നമ്മൾ സമയം കണ്ടെത്തിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ചില സമയത്ത് അവനുണ്ടാവത്തില്ല, ചില സമയത്ത് ഞാൻ. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ സിംഗിൾ വീഡിയോസ് ഞാൻ റെഗുലറായിട്ട് ഇനി പോസ്റ്റ് ചെയ്യാൻ എന്തായാലും അതിനിടയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക, ഇതേ സപ്പോർട്ട് നമുക്ക് തരിക. റീച്ച് അപ്പോൾ അതൊരു ഭാരമായിട്ട് തോന്നാറുണ്ട്. അതായത് മില്യൺ ആയി, അതിന്റെ ഇനി മില്യൺ അടിക്കണം, അതൊരു ഭയങ്കര റെസ്പോൺസിബിലിറ്റി അല്ലേ? ആൾക്കാർ ഇങ്ങനെ സ്നേഹം ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുമ്പോൾ അത് കുറയരുതല്ലോ. അപ്പോൾ നമ്മൾ മാക്സിമം ഇരുന്ന് സമയം എടുത്ത് നല്ല നല്ല സാധനങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും. പിന്നെ ഞാൻ എടുത്തു പറയുന്നു, രണ്ടുപേരും സിംഗിൾ ആണ്. അപ്പോ മുഫാസ് 27 വയസ്സ്, സ്വദേശം. Secrets 25 from Kannur. നക്ഷത്രം പറഞ്ഞില്ല, പൂരട്ടാതി. ഓക്കെ, ഇനി അടുത്ത ദിവസം വഴിപാടൊക്കെ ആയിട്ട് വരും ചിലപ്പോ. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ അടിപൊളിയായിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യൂ. ഇനി മില്യൺസ് ഫോട്ടോ റീച്ച് ഒക്കെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.